ഹലോ എവരി വൺ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സിൻ്റെ 4th മൊഡ്യൂളാണ്, ഇൻട്രൊഡക്ഷൻ ടു ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി സിലബസ് വരുന്നത്. നമ്മൾ 3rd മൊഡ്യൂളിൽ 2 ചെറിയ ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ 4th മൊഡ്യൂളിലെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ബേസിക്കലി ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. മൊത്തം നമ്മൾ മൊഡ്യൂളിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത് 1+2 +3 +1 +2 എത്ര അവറാണ്? 9 അവറുകളാണ് മൊത്തം ഈ മൊഡ്യൂളിന് വേണ്ടിയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10-12 വീഡിയോ ലെക്ചേഴ്സ് കൊണ്ട് നമ്മൾ ആക്ച്വലി മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ മൊഡ്യൂൾ 4ൻ്റെ ഏറ്റവും ബേസിക് ഫണ്ടമെൻറ്റൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതുവരെ പഠിച്ച അനലോഗ് സർക്യൂട്ട്സിൻ്റെ മൊഡ്യൂൾസിൽ ഏറ്റവും ഈസി മൊഡ്യൂൾ എന്ന് പറയുന്നത് 4th മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അത്ര ഈസിയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണ്? ഫീഡ്ബാക്ക് എന്നുള്ള കോൺസെപ്റ്റാണ് അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ബേസിക്കലി ഒരു ഫീഡ്ബാക്ക് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫീഡ്ബാക്കിൻ്റെ ഒരു ബേസിക് ഡെഫിനീഷൻ പറയുകയാണെങ്കിൽ ബേസിക്കലി ഫീഡ്ബാക്ക് ഈസ് ദി പ്രോസസ് ഓഫ് ടേക്കിംഗ് പാർട്ട് ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ആൻഡ് ഫീഡിങ് ഇറ്റ് ബാക്ക് ടു ഇൻപുട്ട് സർക്യൂട്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് എടുക്കുകയാണ്. ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് ഫീഡ്ബാക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് എന്ത് പറയാം? ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഫീഡ്ബാക്ക്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ നമ്മൾ ഫർദർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക, ഒരു ആംപ്ലിഫയർ എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി നമ്മൾ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ആ കണക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഒരുപാട് ടൈപ്പായിട്ട് നമുക്ക് ഫീഡ്ബാക്കിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീഡ്ബാക്ക് എന്നുള്ളൊരു ജനറൽ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർ കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം എന്താണ് എന്നാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം അല്ലേ? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ഫിഗർ കാണാം. ആ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് VIയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Voutമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ബേസിക് ആംപ്ലിഫയർ VI ഈസ് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് Vout ഈസ് ദി ഔട്ട്പുട്ട് സിഗ്നൽ. ഒരു ബേസിക് ആംപ്ലിഫയർ നിങ്ങൾക്ക് കാണാം. ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഗെയിൻ എന്താണ്? ഗെയിൻ നമ്മൾ ബേസിക്കലി A എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് A ഈസ് ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ, ദ ഔട്ട്പുട്ട് Vout ഈസ് റിലേറ്റഡ് ടു VI. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗെയിൻ കണ്ടുപിടിക്കാം. ഗെയിൻ ഈസ് നത്തിങ് ബട്ട് Vout/Vin അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 3 ഇക്വേഷൻസാണ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. സെയിം വേ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ, ഇൻപുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ബേസിക്കലി എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഗെയിൻ ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഏത് ഇൻപുട്ട് വോൾട്ടേജും ഗെയിനും ഔട്ട്പുട്ട് വോൾട്ടേജും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും അറിയാവുന്ന ഫണ്ടമെൻ്റൽ കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഇൻ ദിസ് ആംപ്ലിഫയർ ദ ഇൻപുട്ട് ഡസ് നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദി ഔട്ട്പുട്ട്. സോ ഇഫ് ഡ്യൂ ടു സം റീസൺ ഇഫ് ദ ഔട്ട്പുട്ട് ചേഞ്ചസ് ദ നെറ്റ് ഇൻപുട്ട് റിമൈൻസ് അൺഅഫക്റ്റഡ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇവിടെ മേ ബി ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുന്നുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബേസിക് കണ്ടീഷൻ നമ്മളിപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ഫീഡ്ബാക്ക് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ആക്ച്വലി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിച്ച സമയത്ത് ഫീഡ്ബാക്കിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെയും ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ദ ഇൻപുട്ട് ഡസ് നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദി ഔട്ട്പുട്ട്. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വന്നാലും അത് ഇൻപുട്ട് അറിയുന്നില്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൽ എന്ത് എറേഴ്സ് വന്നാലും അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കില്ല, ഇൻപുട്ടിനില്ല. അപ്പോൾ നമുക്ക് പറയാം എന്തെങ്കിലും കാരണവശാൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താലും ഇൻപുട്ട് എന്നുള്ളത് അൺഎഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ ബേസിക്കലി നമ്മൾ
ഓപ്പൺ ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ഫീഡ്ബാക്ക് മെക്കാനിസം അപ്ലൈ ചെയ്യാത്ത എല്ലാ സിസ്റ്റത്തിനെയും നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. പക്ഷേ ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചസിന് ഇൻപുട്ടിന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ ടൈപ്പ് സർക്യൂട്ട്സുകളെ ബേസിക്കലി നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം? എല്ലാവരും കറക്റ്റായിട്ട് ഫിഗറിലേക്ക് നോക്കണേ. എന്താണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ വരച്ചിരിക്കുന്ന ഈ ഫിഗർ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൻ്റെ കേസിൽ അല്ലേ, എ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എടുക്കുന്ന ആംപ്ലിഫയർ ആണ് ആക്ച്വലി എ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്നുള്ള ആംപ്ലിഫയറിലേക്ക് ബേസിക്കലി ഞാനൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് വി ഐ അല്ലേ, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് വി ഔട്ട് ഡാഷ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഒരു ഫീഡ്ബാക്ക് എലമെൻറ്റ് വഴി നമ്മൾ തിരിച്ചതിനെ ഇൻപുട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടോ, ഈ ഔട്ട്പുട്ടിനെ നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ബേസിക്കലി ക്ലോസ് ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയാം. ഒരു ബേസിക് ആംപ്ലിഫയറിൻ്റെ കേസിൽ ഒരു ബേസിക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് നമുക്ക് ഫീഡ്ബാക്ക് സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നോക്കാം. ഇൻ ദിസ് ഫിഗർ ഇറ്റ് ക്യാൻ സീൻ ദാറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ആംപ്ലിഫയർ ഈസ് ഫെഡ് ബാക്ക് ടു ഇൻപുട്ട് ത്രൂ എ നെറ്റ്വർക്ക്. ദിസ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് ബീറ്റ നെറ്റ്വർക്ക് ഓർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഏത് നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർകണക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ബീറ്റ നെറ്റ്വർക്ക് വഴിയാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. സോ എ ഫ്രാക്ഷൻ ബീറ്റ ഇൻറ്റു വി സീറോ ഡാഷ് ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഗോയിങ് ബാക്ക് ടു ഇൻപുട്ട്. ദിസ് ചേഞ്ചസ് ദി നെറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദി ആംപ്ലിഫയർ. ദസ് ദ ഇൻപുട്ട് ഈസ് മോഡിഫൈഡ് ബൈ ദി ഔട്ട്പുട്ട്. The input knows at every instant what the output is. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നോ ആ മാറ്റങ്ങളൊക്കെ ഇൻപുട്ടിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ബേസിക്കലി പറയാം ദിസ് ഇസ് കോൾഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം ഓർ ഫീഡ്ബാക്ക് സിസ്റ്റം. അപ്പോൾ ഓപ്പൺ ലൂപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഓപ്പൺ ലൂപ്പിൽ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നമ്മൾ ക്ലോസ് ലൂപ്പിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊരു സിസ്റ്റത്തിൻ്റെയും ഔട്ട്പുട്ടും ഇൻപുട്ടും നമ്മളൊരു ഫീഡ്ബാക്ക് ഫാക്ടർ വഴി കണക്ട് ചെയ്യും. ആ ഒരു പാരാമീറ്റർ നമുക്ക് ബീറ്റ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയാം. ഈ ഒരു ബീറ്റ നെറ്റ്വർക്ക് കാരണം നമ്മുടെ മൊത്തം ഓവറാൾ ആയിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം, അല്ലെങ്കിൽ ഗെയിനിന് വേരിയേഷൻസ് സംഭവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അത് ഇൻപുട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു കുറച്ച് ഫീഡ്ബാക്ക് സിസ്റ്റംസ് പറയാൻ പറ്റുമോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലേ. കുറച്ച് നോൺ ഫീഡ്ബാക്ക് സിസ്റ്റംസും കുറച്ച് ഫീഡ്ബാക്ക് സിസ്റ്റംസും ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഫീഡ്ബാക്ക് സിസ്റ്റത്തിനെ കുറിച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേസിക്കലി ഞാൻ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ലിസ്റ്റ് പറയാം. അത് നിങ്ങൾ പറയണം വെദർ ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് ഓർ നോൺ ഫീഡ്ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ ബേസിക്കലി ഒരു സിസ്റ്റം പറയുകയാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫാൻ, ഓക്കെ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സർ ഗ്രൈൻഡർ, അതുപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാമ്പ്, ഇതൊക്കെ ആക്ച്വലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ സിസ്റ്റംസൊക്കെ ഒരു നോൺ ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. ഒരു നോൺ ഫീഡ്ബാക്ക് കാരണം എന്താ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഫാന് കറങ്ങും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ മിക്സി ഓൺ ആവും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ലാമ്പ് ഓൺ ആവും. നമ്മളെപ്പോൾ ഇൻപുട്ട് പിൻവലിക്കുന്നോ അപ്പോൾ ഈ ഡിവൈസസ് ഒക്കെ ഓഫ് ആവും അല്ലേ. ആക്ച്വലി ഇതൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ആണെങ്കിൽ എന്ത് ചെയ്യണം, ആരാണോ റൂമിലിരിക്കുന്നത് അയാളുടെ നെസസറിക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ ഫാൻ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ഫീഡ്ബാക്ക് സിസ്റ്റമായി. ഈ മിക്സർ ഗ്രൈൻഡർ എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആവുന്നത്? ഇപ്പോൾ നമ്മളൊരു ജ്യൂസ് മേക്കറാണ് അല്ലേ. ആ ജ്യൂസ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിക്സി ഓഫ് ആവുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇൻപുട്ട് അറിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓട്ടോമാറ്റിക്കലി മിക്സി ഓഫ് ആവുകയാണെങ്കിൽ ഇതൊരു ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. ലാമ്പിൻ്റെ കേസിലോ, ലാമ്പ് നമ്മൾ നോർമലി ഓണാക്കാം ഓഫാക്കാം അല്ലേ, പ്യുവർലി ഒരു നോൺ ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി
നെസസറി അനുസരിച്ച് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഓട്ടോമാറ്റിക്കലി ലാമ്പ് ഓഫ് ആവുകയും സൺലൈറ്റ്സിൻ്റെ ആബ്സെൻസിൽ ഓട്ടോമാറ്റിക്കലി ലാമ്പ് ഓൺ ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു ഫീഡ്ബാക്ക് സിസ്റ്റമായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക്കലി നമ്മുടെ ട്രാഫിക് സിഗ്നൽ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റമാണോ ഒരു നോൺ ഫീഡ്ബാക്ക് സിസ്റ്റമാണോ? നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാഫിക് സിഗ്നൽ അല്ലേ, ഡെയിലി ലൈഫിൽ നമുക്കറിയാം ഈ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സിസ്റ്റം എന്നായിരിക്കും, അല്ല നോൺ ഫീഡ്ബാക്ക് ആണ്. കാരണം നമുക്ക് ഒരു 4 കൂടിയൊരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ജംഗ്ഷനിൽ നമ്മൾ ഓരോ ജംഗ്ഷനിലേക്കും നമ്മളൊരു സ്പെസിഫിക് ടൈം സ്ലോട്ട് സെറ്റ് ചെയ്യും അല്ലേ. ആക്ച്വലി വെഹിക്കിൾസ് ഉണ്ടെങ്കിലും വെഹിക്കിൾസ് ഇല്ലെങ്കിലും ആ ടൈം എപ്പോഴും ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. പക്ഷേ ആക്ച്വലി വെഹിക്കിൾസിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മുടെ ഈ സിസ്റ്റത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ജംഗ്ഷനിലേക്കും ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് ബേസിക്കലി എന്തായിരിക്കും, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോൺ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫീഡ്ബാക്കിന് കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ. ഫീഡ്ബാക്കിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. അപ്പോൾ ഫീഡ്ബാക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർ കണ്ടീഷണറൊക്കെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷണറിൻ്റെ ഒക്കെ പ്രത്യേകത അതിലൊരു ഓട്ടോമാറ്റിക് മോഡുണ്ട്. അതായത് ഒരു റൂമിൽ എത്ര ആളുകളുണ്ടോ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ AC എന്ത് ചെയ്യും, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു എയർ കണ്ടീഷണറിൻ്റെ ബേസിക്കലി എന്ത് പറയാം, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പ്രാക്ടിക്കലി നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർകണക്ട് ചെയ്യുമ്പോൾ അതെന്താണ്, എങ്ങനെയാണ് ഫീഡ്ബാക്ക് ആവുന്നത്, ഫീഡ്ബാക്കിൻ്റെ ബേസിക് നെസസറീസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലോസ് ലൂപ്പ് സിസ്റ്റം പറയാം അല്ലേ. എന്തായിരിക്കും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർകണക്ട് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം, ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു ഈ കേസിലെ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റർകണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇൻപുട്ടിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം, ക്ലോസ് ലൂപ്പ് സിസ്റ്റം പറയാം. അപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും ക്ലിയർ ആയിരിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കാണാം. സോ ബേസിക്കലി ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ റെഡ്യൂസസ് ബിക്കോസ് ഓഫ് ഫീഡ്ബാക്ക്. ദിസ് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇൻവേഴ്സ് ഫീഡ്ബാക്ക് ഓർ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ എന്താണ്, നമ്മളൊരു ഫീഡ്ബാക്ക് സിസ്റ്റം യൂസ് ചെയ്തു അല്ലേ. ആ ഫീഡ്ബാക്ക് സിസ്റ്റം യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി നമുക്കുണ്ടായിരുന്ന ഗെയിൻ 100 ആയിരുന്നെങ്കിൽ ഈ 100 എന്നുള്ള ഗെയിൻ ഫീഡ്ബാക്കിന് ശേഷം സപ്പോസ് 80 ആയിട്ട് കുറഞ്ഞെങ്കിൽ നമുക്ക് പറയാം ആക്ച്വലി നമുക്കുള്ള ഗെയിൻ ആക്ച്വലി ഇവിടെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഡീഫോൾട്ടായിട്ടുള്ള ഫീഡ്ബാക്കിന് ശേഷം നമ്മുടെ ഗെയിൻ കുറയുന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം, ഇൻവേഴ്സ് ഫീഡ്ബാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ക്ലിയർ ആയി നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായോ എല്ലാവർക്കും? യെസ്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗെയിൻ കുറയുമ്പോൾ തന്നെ അതിൻ്റെ നോയ്സ് കുറയും, അതിൻ്റെ ഡിസ്റ്റോഷൻ കുറയും. അപ്പോൾ ഗെയിൻ കുറയുന്നുള്ളതൊരു ലിമിറ്റേഷൻ ആണെങ്കിലും അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് നെഗറ്റീവ് ഫീഡ്ബാക്കിനുണ്ട്. അത് നമ്മൾ ഫർദർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ബേസിക് കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. എന്തായിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക്? അപ്പോൾ വളരെ ക്ലിയർ ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ നമ്മളൊരു ആംപ്ലിഫയർ എടുത്തു, ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ ഫീഡ്ബാക്ക് ചെയ്യുമ്പോഴുള്ള കണക്ഷൻ പോസിറ്റീവ് ആവും, ഇതാണെങ്കിൽ നെഗറ്റീവ് ആവും അല്ലേ. ഇതല്ല നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, ബേസിക്കലി ഇഫ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഇൻക്രീസസ് ബിക്കോസ് ഓഫ് ഫീഡ്ബാക്ക്, ദിസ് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഓർ റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നമ്മളൊരു ഫീഡ്ബാക്ക് സിസ്റ്റം കൊണ്ട് തന്നെ നമ്മുടെ മൊത്തം ഫീഡ്ബാക്കിൻ്റെ അല്ലെങ്കിൽ മൊത്തം ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കൂടുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഫീഡ്ബാക്കിനെ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കിന് എക്സാമ്പിൾ പറയാൻ പറ്റുക? വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് പറയാം അല്ലേ. അതായത് 100 ആണ് നമ്മൾ ആക്ച്വൽ ഗെയിൻ എങ്കിൽ
മേ ബി ഒരു ഫീഡ്ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഗെയിൻ ഒരു 150 ആയിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് പറയാം 100 എന്നുള്ള ഗെയിന് 150 ആയിട്ട് മാറി. അപ്പോൾ ബേസിക്കലി ഇതിനെ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വരയ്ക്കുമ്പോൾ ഔട്ട്പുട്ടിനെ നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത് പോസിറ്റീവായിട്ടായിരിക്കും. നേരത്തെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നെഗറ്റീവ്. അപ്പോൾ 3 പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും ഗെയിൻ ഇക്വേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഗെയിൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ വിത്ത് പ്രൂഫാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 2 ഫീഡ്ബാക്ക് ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AF = A/1 + A ബീറ്റ. അപ്പോൾ എന്താണ് ഈ AF എന്ന് പറഞ്ഞാൽ? AF എന്ന് പറഞ്ഞാൽ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിന് ശേഷം എനിക്ക് കിട്ടുന്ന ഈ ഓവറാൾ സർക്യൂട്ടിൻ്റെ ഗെയിനിനെയാണ് നമ്മൾ AF എന്ന് പറയുന്നത്. എന്താണ് A എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്തല്ലോ, ആ ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് നമ്മൾ ബേസിക്കലി A എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് കൺസിഡർ ചെയ്യാതെ നമ്മളൊരു ആംപ്ലിഫയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആംപ്ലിഫയറിന് കിട്ടുന്ന ഗെയിനാണ് ആക്ച്വലി എന്ത് A എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോർമുലയിൽ ബീറ്റ നമുക്ക് ഓൾറെഡി അറിയാം, ഫീഡ്ബാക്ക് ഫാക്ടർ. അപ്പോൾ AF = A/1 + A ബീറ്റ എന്നുള്ള ഫോർമുല വഴി നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കാം. AF = A/1 - A ബീറ്റ എന്നുള്ളൊരു ഫോർമുല വഴി നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കാം. ആക്ച്വലി ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും ഗെയിന് സെപ്പറേറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിക്കണം. പ്രൂഫ് ഓർ ഡെറിവേഷൻ ഈസ് നെസസറി. പ്രൂഫും ഡെറിവേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഫർദർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് അല്ലേ. ഇനി നമുക്ക് ചെറിയ 2 എക്സാമ്പിൾസും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിൻ കൂടുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിൻ കുറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 2 ബേസിക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും ഗെയിൻ ഇക്വേഷൻസ് പഠിച്ചു. ഗെയിൻ ഇക്വേഷൻ്റെ പ്രൂഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളിൽ കാൽക്കുലേറ്റ് ദി ഗെയിൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വിത്ത് ഇൻറ്റേർണൽ ഗെയിൻ A = 100 ആൻഡ് ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ = 1/10. നമ്മളോട് ഗെയിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ബേസിക്കലി വരിക? നമ്മളൊരു ഫീഡ്ബാക്ക് സിസ്റ്റം എടുത്തു, അതിൻ്റെ ഗെയിൻ A ആണ്, അതിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റയാണ് അല്ലേ. ഓക്കെ. നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? AF = A/1 + A ബീറ്റ. 1+ ആണെങ്കിൽ ഇത് നെഗറ്റീവ്, 1- ആണെങ്കിൽ ഇത് പോസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് കണ്ടുകൂടെ, ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്തുകൂടെ? എങ്ങനെ വരിക? അപ്പോൾ AF നമുക്ക് കിട്ടും. AF = Aൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയാം അല്ലേ. A എന്ന് പറഞ്ഞാൽ 100 ആണ്. 100/1 + A × ബീറ്റ അല്ലേ. A എന്ന് പറഞ്ഞാൽ 100, ബീറ്റ എന്ന് പറഞ്ഞാൽ 1/10, അല്ലെങ്കിൽ എത്രയാണ്? ബീറ്റ എന്ന് പറഞ്ഞാൽ 0.1 അല്ലെങ്കിൽ 1/10 അല്ലേ. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും 100/1 + 10 എന്ന് കിട്ടും, അല്ലെങ്കിൽ 100/11 കിട്ടും. 100/11 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് കിട്ടുന്നത് 9.09 എന്ന് കിട്ടും. 9.09. അതിൻ്റെ മീനിങ് എന്താ? ആക്ച്വലി 100 ആയിരുന്ന ഗെയിൻ ഫീഡ്ബാക്കിന് ശേഷം 9.09 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഏകദേശം അതിൻ്റെ 10 മടങ്ങ് കുറഞ്ഞു. 100 ഉണ്ടായിരുന്ന ഗെയിൻ 9 ആയിട്ട് മാറി. അപ്പോൾ ബേസിക്കലി ഇതന്നെ ക്ലിയർ ആണ്. ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് കിട്ടേണ്ട ഗെയിനിൻ്റെ എത്രയോ കുറവ് ഗെയിനായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ടിൽ കിട്ടുക. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഫാക്ടറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബേസിക്കലി ആ ഒരു ഗെയിൻ നമുക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ഫീഡ്ബാക്ക് ഫാക്ടറിൽ വേരിയേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഗെയിനിലും ഡിഫറൻസ് വരും. ഇവിടെ ഒരു ഹൈ ഫീഡ്ബാക്ക് ഫാക്ടർ വന്നതുകൊണ്ട് തന്നെ 100 ഉണ്ടായിരുന്ന ഗെയിന് 9.09 ആയി. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നമ്മൾ ഗെയിൻ കുറയുമെന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദി ഗെയിൻ ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് വിത്ത് ഇൻറ്റേർണൽ ഗെയിൻ A = 5 ആൻഡ് ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ = 1/10. അപ്പോൾ എന്താണ്? നമ്മളൊരു ഫീഡ്ബാക്ക് സിസ്റ്റം എടുത്തു, അതിൻ്റെ ഗെയിൻ A ആണ്,
അതിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തു ത്രൂ എ ഫീഡ്ബാക്ക് ഫാക്ടർ. അപ്പോൾ നമുക്കിവിടെ കിട്ടും ആക്ച്വലി ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, AF = A/1 - A ബീറ്റ. അപ്പോൾ ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാം AF = A നമുക്കറിയാം 5 ആണ്, 1 - A × ബീറ്റ 5 × 0.1 അല്ലെങ്കിൽ 1/10. അപ്പോൾ നമുക്കിവിടെ കിട്ടും 5 / 1 - 0.5 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ 1 - 0.5 എന്ന് പറഞ്ഞാൽ 0.5 അല്ല. അപ്പോൾ നമുക്ക് AFൻ്റെ വാല്യൂ കിട്ടി. AF എത്രയാണ്? 1/0.5 എന്ന് കിട്ടി. അപ്പോൾ 1/0.5 എന്ന് പറഞ്ഞാൽ 1/0.5 അല്ല, 5/0.5 അല്ലേ. അപ്പോൾ 5/0.5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താവും? വാല്യൂ കൂടുകയാണ് ചെയ്യുക അല്ലേ. ഇറ്റ് വിൽ ബിക്കം 10. അപ്പോൾ എന്താ സംഭവിച്ചത്? 5 എന്നുണ്ടായിരുന്ന എൻ്റെ ഇൻറ്റേർണൽ ഗെയിൻ ഒരു ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 10 മാറി. അതിൻ്റെ മീനിങ് എന്താ? ഇവിടെ ഗെയിൻ കൂടി. ഇതാണ് ആക്ച്വലി പോസിറ്റീവ് ഫീഡ്ബാക്കിൽ സംഭവിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ നേരെ ഗെയിൻ കുറയായിരുന്നു, ഇവിടെ ഗെയിൻ കൂടുന്നു. അപ്പോൾ ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ഫീഡ്ബാക്കിൻ്റെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി തന്നെയായിരിക്കും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഗെയിൻ ഡെറിവേഷൻസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.